വോട്ട് മോഷണം സംബന്ധിച്ച് രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലുകൾ പുറത്തുവന്ന് 4 ദിവസം പിന്നിട്ടിട്ടും മറുപടി നൽകാനാവാതെ ഒളിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിലെ മഹാദേവപുര നിയമസഭാ മണ്ഡലം മാത്രം പരിശോധിച്ചാണ് 1,00,000-ലധികം വ്യാജ വോട്ടുകൾ സൃഷ്ടിച്ചുവെന്ന് രാഹുൽ ചൂണ്ടിക്കാട്ടുന്നത്. തട്ടിപ്പിന്റെ സ്വഭാവം കണക്കിലെടുക്കുമ്പോൾ അത് മഹാദേവപുരയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡിജിറ്റൽ വോട്ടർ പട്ടികയും മറ്റു രേഖകളും തരാൻ തയ്യാറാണെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് മൊത്തത്തിൽ നടന്ന തട്ടിപ്പ് പുറത്തു കൊണ്ടുവരുമെന്നാണ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. രാഹുലിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ വിവിധ സംസ്ഥാനങ്ങളിൽ സമാന തട്ടിപ്പുകൾ നടന്നതായുള്ള വാർത്തകൾ പുറത്തു വരുമ്പോഴും കമ്മീഷൻ ഒളിച്ചുകളി തുടരുകയാണ്. കേരളത്തിൽ BJP ജയിച്ച തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് സമാന തട്ടിപ്പ് വാർത്തകൾ വന്നിരിക്കുന്നത്. BJP സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് തൻ്റെ കുടുംബത്തിലെ 11 പേരുടെ വോട്ടുകൾ തൃശ്ശൂരിലേക്ക് മാറ്റിയെന്നും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എല്ലാവരും വീട് വിട്ടു പോയെന്നുമാണ് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. തൃശ്ശൂരിൽ വോട്ടില്ലാതിരുന്ന സുരേഷ് ഗോപിയും സഹോദരനും കുടുംബവും ഇതിനുവേണ്ടി തിരഞ്ഞെടുപ്പ് കഴിയും വരെ തൃശ്ശൂരിൽ വീടെടുത്ത് താമസമാക്കിയെന്നാണ് കണ്ടെത്തൽ. സമാന ദുരൂഹ വോട്ട് ചേർക്കലുകൾ തൃശ്ശൂരിൽ വ്യാപകമായി ഉണ്ടായെന്നും പരാതി നൽകിയെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുത്തില്ലെന്നും LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാറും UDF സ്ഥാനാർത്ഥിയായിരുന്ന K മുരളീധരനും പറയുന്നുണ്ട്. ജയിക്കാനുള്ള വോട്ടില്ലാത്തതിനാൽ തൊട്ടടുത്ത മണ്ഡലത്തിൽ നിന്ന് ആളുകളെ ഇവിടുത്തെ വോട്ടർ പട്ടികയിൽ ചേർക്കുന്ന തട്ടിപ്പാണ് നടന്നത്. 6 മാസമെങ്കിലും മണ്ഡലത്തിൽ സ്ഥിരതാമസമുള്ളവർക്ക് മാത്രമേ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനാവൂ. എന്നാൽ ഇതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. മോദിക്ക് പ്രചരണം നടത്താൻ സൗകര്യപ്പെടും വിധം തെരഞ്ഞെടുപ്പ് തീയതികൾ ക്രമീകരിക്കുക, മോദിയും അമിത്ഷായും നടത്തുന്ന തെരഞ്ഞെടുപ്പ് ചട്ടലംഘനങ്ങളോട് കണ്ണടക്കുക തുടങ്ങിയവയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ സമീപകാലത്ത് ഉയർന്നു വരുന്ന പ്രധാന ആരോപണങ്ങൾ. ഈ ആരോപണങ്ങൾ വസ്തുതാപരമാണെന്ന് തെരഞ്ഞെടുപ്പ് നിരീക്ഷിക്കുന്നവർക്ക് വ്യക്തമാകുന്നുമുണ്ട്. എന്നാൽ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെ പൂർണ്ണമായും അട്ടിമറിക്കുന്ന തട്ടിപ്പാണ് കമ്മീഷൻ BJPക്ക് വേണ്ടി ചെയ്യുന്നതെന്ന വെളിപ്പെടുത്തൽ ജനാധിപത്യ വിശ്വാസിയെ ഞെട്ടിക്കുന്നതാണ്. രാഹുൽ ചൂണ്ടിക്കാട്ടിയ വിവരങ്ങളുടെ വ്യാപ്തി കണക്കിലെടുക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ക്ലറിക്കൽ പിശകെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ മാത്രം ലഘുവല്ല കാര്യങ്ങൾ. വോട്ടർ പട്ടികയിൽ മനഃപൂർവ്വം വരുത്തിവെച്ച കൃത്രിമത്വത്തെയാണ് അത് വെളിപ്പെടുത്തുന്നത്. രാജ്യവ്യാപകമായി ഈ വ്യാജന്മാർ വിലസിയെന്നത് കമ്മീഷന്റെ വിശ്വാസ്യത, തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ പവിത്രത, ഇന്ത്യയിലുടനീളമുള്ള തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെ നിയമസാധുത എന്നിവയെക്കുറിച്ച് നിർണായക ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. റഫറി നിഷ്പക്ഷനല്ലെങ്കിൽ ഒരു മത്സരവും സത്യസന്ധമല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷനല്ലെങ്കിൽ ജനാധിപത്യവുമില്ല. രജിസ്ട്രേഷൻ സമയത്ത് ആശങ്കകൾ ഉന്നയിക്കുന്നതിൽ പരാജയപ്പെട്ടതാണെന്ന് പ്രത്യാരോപിച്ച് കമ്മീഷൻ ഒഴിഞ്ഞു മാറാനാവില്ല. ഈ തട്ടിപ്പിന്റെ വ്യാപ്തി വിലയിരുത്തണമെങ്കിൽ രാജ്യത്തെ മുഴുവൻ വോട്ടർ പട്ടികകളും ഓഡിറ്റ് ചെയ്യണം. അതിനുള്ള ഏക മാർഗം പ്രക്രിയയെ ഓട്ടോമേറ്റ് ചെയ്യുക എന്നതാണ്. അതിന് എല്ലാ നിയോജക മണ്ഡലങ്ങളുടെയും ഡിജിറ്റൽ വോട്ടർ പട്ടികകൾ ആവശ്യമാണ്. കമ്പ്യൂട്ടർ പ്രോഗ്രാമിന് ഓരോ മണ്ഡലത്തിലും ഓരോ വോട്ടർ പട്ടിക വിശകലനം ചെയ്ത് അവയുടെ കൃത്യതയെക്കുറിച്ച് തർക്കമില്ലാത്ത റിപ്പോർട്ട് കാർഡ് തയ്യാറാക്കാൻ കഴിയും. തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം ആത്മാർത്ഥമാണെങ്കിൽ വിശ്വാസ്യത വീണ്ടെടുക്കാനുള്ള ഈ നടപടികൾ കമ്മീഷൻ സ്വാഗതം ചെയ്യുകയും അതിനോട് സഹകരിക്കുകയും ചെയ്യണം. എന്നാൽ ഡിജിറ്റൽ പട്ടിക നൽകാതിരിക്കുകയും സ്വതന്ത്ര പരിശോധന സാധ്യമാകാത്ത വിധം തടസ്സങ്ങൾ ഉണ്ടാക്കുകയും വെബ്സൈറ്റിൽ ഉണ്ടായിരുന്ന ഡിജിറ്റൽ പട്ടികകൾ നീക്കം ചെയ്യുകയും ചെയ്തതിലൂടെ കമ്മീഷൻ ഈ പ്രക്രിയയെ കൂടുതൽ പ്രയാസകരമാക്കിയിരിക്കുകയാണ്. അതുവഴി കൂടുതൽ സംശയത്തിന്റെ നേരിലാവുകയും ചെയ്തിരിക്കുന്നു. രാഹുൽ ചൂണ്ടിക്കാട്ടിയ ശക്തമായ തെളിവുകളിൽ കൂടുതൽ പരിശോധന നടത്തുകയും ശുദ്ധീകരണം നടത്തുകയും ചെയ്യുന്നതിന് പകരം സത്യപ്രസ്താവനയോടെ 1,250,000 വ്യാജ വോട്ടുകളുടെയും ഡോക്യുമെന്ററി തെളിവ് രാഹുൽ ഗാന്ധി സമർപ്പിക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏത് നിയമപ്രകാരമാണ് കമ്മീഷൻ ഇത്തരം ആവശ്യം ഉന്നയിച്ചതെന്ന് വ്യക്തമല്ല. സത്യവാങ്മൂലം നൽകിയാൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അന്വേഷണം നടത്താനും കഴിയില്ല. ഇവിടെ പ്രതിക്കൂട്ടിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് തന്നെ വിധികർത്താവാകാൻ കഴിയില്ല. വോട്ടർ പട്ടിക പരിശോധനയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരന്തര തടസ്സമുണ്ടാക്കുമ്പോൾ രാജ്യത്തെ ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള ദൗത്യം പൊതുസമൂഹം ഏറ്റെടുക്കുകയാണ് വേണ്ടത്. പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് മാത്രം ചെയ്യേണ്ട ഒന്നല്ല ഇത്. രാജ്യത്തെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ, ഡിജിറ്റൽ സ്വാധീനം ചെലുത്തുന്നവർ, സിവിൽ സമൂഹത്തിലെ അംഗങ്ങൾ തുടങ്ങിയ പൗരരിലെ എല്ലാ മേഖലയിൽപ്പെട്ടവരും ഇതിനുവേണ്ടി രംഗത്തിറങ്ങണം. സ്വതന്ത്രമായി തെരഞ്ഞെടുപ്പ് ഡാറ്റയും ഔദ്യോഗിക രേഖകളും പരിശോധിക്കുകയും വേണം. അങ്ങനെ ആസൂത്രിത നീക്കങ്ങളിലൂടെ ജനങ്ങളുടെ അന്വേഷണമാക്കി മാറ്റണം. ജനാധിപത്യത്തിന്റെ സംരക്ഷണം പാർലമെന്റിനപ്പുറം വ്യാപിക്കണം. ജനവിധി മോഷ്ടിക്കാൻ കൂട്ടുനിന്നാൽ ഇന്ത്യയിലെ ജനം ഒന്നിച്ച് വിട്ടിപ്പട്ടികയിൽ അകപ്പെട്ടവരാകും. അതിനാരെയും അനുവദിക്കരുത്. ഇത് മൗലികാവകാശത്തിൻ്റെയും രാജ്യത്തെ ജനാധിപത്യത്തിൻ്റെയും വിഷയമാണ്.